നമസ്കാരം. മുംബൈയിലാണ് മഴക്കാലത്ത് യാത്ര ചെയ്യാൻ പറ്റിയ നല്ലൊരു ട്രെയിൻ റൂട്ട് ഉണ്ട്. അതുവഴിയാണ് ഇന്ന് യാത്ര ചെയ്യുന്നത്. ഇവിടെ മുംബൈയിൽ നിന്ന് ഒഡീഷയിലെ ഭുവനേശ്വറിലേക്കുള്ള കൊണാർക്ക് എക്സ്പ്രസിനാണ് ഇന്ന് യാത്ര ചെയ്യുന്നത്. മുംബൈയിലെ മറൈൻ ഡ്രൈവിലാണ് ഞങ്ങളിപ്പോ. രാവിലെ മുംബൈയിലെത്തിയതാണ്. ഇവിടേക്ക് വന്നിരുന്ന് ഒരുപാട് സമയം ചെലവഴിച്ചു. നല്ല ശക്തിയിൽ തന്നെ തിരയുണ്ട് ഇവിടെ. ഇത് കണ്ടോ, വെള്ളം ഇങ്ങനെ ഈ ഭാഗത്തേക്കൊക്കെ വരും. മറൈൻ ഡ്രൈവിന്റെ ആ ഒരു ഭാഗങ്ങളൊക്കെ ഇതാ ഇങ്ങനെ ഇതുവഴി വ്യാപിച്ച ആ ഭാഗം വരെ കാണാം. പിന്നെ അവിടെയാണ് വാങ്കഡെ ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം, ആ കാണുന്നതാണ്. എല്ലാവരും ഇവിടെയൊക്കെ വന്നിരുന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്ന ആ ഒരു തിരക്കിലാണ്. മുംബൈയിൽ നമുക്ക് വന്നിരിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം മറൈൻ ഡ്രൈവ് തന്നെയാണ്. ഇവിടെ ഓൾറെഡി നല്ല മഴയാണ്, അതുകൊണ്ട് തന്നെയാണ് കടൽ ഇത്രയും രൗദ്രഭാവത്തിൽ കാണാനായി സാധിക്കുന്നത്. അടുത്തൊരു മഴ പിടിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം മഴ പെയ്ത് പോയതേ ഉള്ളൂ. ആ ഭാഗത്തേക്ക് വ്യക്തമൊന്നുമില്ല, കാരണം ഈ ഒരു മൂടമാണ് മൊത്തത്തില്. ക്യാമറയിലൂടെ പിന്നെയും കാണുന്നുണ്ട്. ഇനി റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് ഈ AC ഡബിൾ ഡെക്കറിന് പോവാം. ഇതിനാകുമ്പോൾ ചെറിയ ടിക്കറ്റ് ചാർജേ ഉള്ളൂ. ബസ്സിലേറ്റവും മുകളിൽ തന്നെ കയറണമല്ലോ, ഏറ്റവും മുന്നിൽ തന്നെ ഇരിക്കാം. ഇവിടെ ഇരുന്നാലാണ് നല്ല വ്യൂ കിട്ടുക. ഇവിടെ മറ്റൊരു ഡബിൾ ഡെക്കർ കൂടെ പോകുന്നത് കാണാം. CSMT റെയിൽവേ സ്റ്റേഷന്റെ മുന്നിൽ തന്നെയാണ് ബസ് സ്റ്റാൻഡ്. അതായത് അവിടെ തന്നെയാണ് ഈ ബസ്സും പോവുക. ഈ തൊട്ടു മുന്നിൽ കാണുന്ന ബസ്സും CSMT റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തേക്കുള്ളത് തന്നെയാണ്. മുംബൈൻ്റെ ഓരോ ഭാഗങ്ങളും അടിപൊളിയാണ്, കാരണം തീർത്തും വ്യത്യസ്തമാണ്. ഇവിടുത്തെ റോഡുകളൊക്കെ കണ്ട എന്ത് മനോഹരമാണ്. നല്ല വൃത്തിയുള്ള ഏരിയ ആണ് ഈ നമ്മുടെ ഈ മറൈൻ ഡ്രൈവ് ഭാഗം മുഴുവനും അങ്ങനെ തന്നെയാണ്. ഇതിലൂടെ തന്നെയാണ് നമ്മൾ ഇപ്പോൾ നടന്നു വന്നത്. NCP എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നമ്മളിപ്പോ ബസ് കയറിയത്. CSലേക്ക് ഏകദേശം ഒരു 4 കിലോമീറ്റർ പോകാനുണ്ട്. വെറും 12 രൂപ മാത്രമാണ് ഒരാൾക്ക് വന്ന ടിക്കറ്റ് ചാർജ്. ഞങ്ങളൊരു 1 വർഷം മുന്നേ ഇവിടെ വന്നിട്ട് ഇതിന്റെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് 6 രൂപയാണ് ആയത്. ഇപ്പൊ എന്താണെന്ന് അറിയില്ല, പൈസ കൂടിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഈ ഒരു 12 രൂപക്ക് എന്ന് പറഞ്ഞാൽ മുംബൈയിൽ വന്നിട്ട് അത് AC ഡബിൾ ഡെക്കർ ബസ്സിൽ കയറുക യാത്ര ചെയ്യുമ്പോൾ ഒരു അത്ര വലിയ കൂടുതലാണെന്ന് തോന്നുന്നില്ല. കാരണം ഇതില് തിരക്ക് വളരെയധികം കുറവാണ്. ഇപ്പോൾ ഈ ബസ്സിന്റെ അകത്ത് മുകളിൽ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. വേറെ ആരും തന്നെ ഇതിലില്ല. ഇനിയിപ്പോ ഒരു 2 കിലോമീറ്ററും കൂടെ യാത്ര ചെയ്യാനുണ്ട്. ബസ്സിന്റെ മുകൾ ഭാഗത്തെ ഗ്ലാസ് ഒക്കെ പൊട്ടിയത് കണ്ട, മറ്റൊന്നുമല്ല, ഈ പോകുന്ന വഴിക്ക് തന്നെ ഒരുപാട് മരത്തിന്റെ ചില്ലകളുണ്ട്. അത് നേരെ സ്പീഡിൽ വന്ന് അടിക്കുമ്പോഴാണ് ഇത് ഡാമേജ് ആവുന്നത്. CST ഭാഗത്ത് ഏതാണ്ട് എത്തി. ഇപ്പൊ ചെറുതായി മഴയും ഉണ്ട്. നല്ല ബ്ലോക്കാണ് ഇവിടെ. മുന്നിൽ കാണുന്ന അവിടെയാണ് CSMT റെയിൽവേ സ്റ്റേഷൻ. ഇവിടെയാണ് ബസ് സ്റ്റോപ്പ്. ഇവിടെ വൈപ്പറൊന്നുമില്ല, അതുകൊണ്ട് ഇനി നല്ല മഴ പെയ്താൽ വ്യക്തത ഉണ്ടാവില്ല. CSTന്റെ ഇവിടെ ബസ് വന്നിറങ്ങി. ഇപ്പൊ 12 ഇനിയിപ്പോ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ഭക്ഷണം കഴിച്ചിട്ട് പോവാം. ഈ ഡബിൾ ഡെക്കറിലാണ് നമ്മൾ വന്നത്. ഇവിടെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഭാഗത്തേക്ക് പോകുന്ന ബസ്സാണിത്. ഞങ്ങൾ ഇവിടെ ഒരു ഹോട്ടലിൽ കയറി. ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞത്. പപ്പടം ഉണ്ട്, മുട്ടയുണ്ട്, പിന്നെ സാലഡും ഉണ്ട്. നല്ല മസാലയൊക്കെ കൂടിയിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണി. ഭക്ഷണം കഴിച്ച് CSMT റെയിൽവേ സ്റ്റേഷന്റെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്.
ഇന്ത്യയിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ റെയിൽവേ സ്റ്റേഷനാണിത്. ഇവിടെ ആകെ 18 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. ഇതിൻ്റെ മുന്നേ ഉണ്ടായിരുന്ന പേര് വിക്ടോറിയ ടെർമിനസ് എന്നാണ്. അതുപോലെ തന്നെ യുനെസ്കോൻ്റെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇടം നേടിയ ഒരു റെയിൽവേ സ്റ്റേഷൻ കൂടിയാണിത്. ഇവിടെ ഇപ്പം നിലവിൽ നല്ല ബ്ലോക്കാണ്. ഈ ഹോൺ അടിയാണ് സഹിക്കാൻ പറ്റാത്തത്. ഇപ്പോൾ ട്രാഫിക്കാണ്. പിന്നെ ഈ ഭാഗത്തായി കാണുന്നതാണ് മുംബൈയിലെ സിറ്റി കോർപ്പറേഷൻ. ഇവിടെ നല്ലൊരു സെൽഫി പോയിന്റ് ഒക്കെ ഉണ്ട്. നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ നല്ല കാഴ്ച ഇവിടെ വന്നാലാണ് കാണാൻ സാധിക്കുക. ഇപ്പോൾ 1 മണിയായി. ട്രെയിൻ പുറപ്പെടാൻ 1 മണിക്കൂർ കൂടെ ഇനിയും ഉണ്ട്. ഇവിടെ ഇപ്പോൾ മഴ, ഇത്ര നേരം നല്ല മഴയായിരുന്നു, അതൊക്കെ പെയ്ത് ഇപ്പോൾ പോയിട്ടുണ്ട്. ഇപ്പോൾ അടുത്തൊരു മഴയും കൂടെ വരും. 1 മുതൽ 7 വരെയുള്ള പ്ലാറ്റ്ഫോമിലാണ് ലോക്കൽ ട്രെയിൻ. അതുപോലെ 8 മുതൽ 18 വരെയുള്ള പ്ലാറ്റ്ഫോമിലാണ് എക്സ്പ്രസ് ട്രെയിൻ. 17ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടത്തേക്ക് ഇതാ കൊണാർക്ക് എക്സ്പ്രസ് ഷണ്ടിങ് ചെയ്ത് വരികയാണ്. ട്രെയിൻ നമ്പർ 110, 19 അതാണ്. ഞങ്ങളിന്ന് യാത്ര ചെയ്യുന്നത് ഇതിൻ്റെ സ്ലീപ്പർ ക്ലാസ്സിലാണ്, S4. അപ്പോൾ അതൊക്കെ ആ ഒരു പുറകു ഭാഗത്തേക്ക് തന്നെയാണ്. ഇതാ ഇവിടെയൊക്കെയാണ് S9. പുറകു ഭാഗത്തേക്ക് തന്നെയാണ് സ്ലീപ്പർ കോച്ച്. ഒന്നേ 35 കഴിഞ്ഞു. ഇപ്പോഴാണ് വണ്ടി പ്ലാറ്റ്ഫോമിലേക്ക് വന്നത്. കൊണാർക്ക് എക്സ്പ്രസ് ഇതിൻ്റെ S3 ആണ്. അപ്പോൾ ഈ കോച്ചാണ് നമ്മുടെ ഇത് S4. ഡോറൊന്നും ഓപ്പൺ ആയിട്ടില്ല. S4 കോച്ചിൽ 19ഉം 22ഉം ആണ് നമ്മുടെ ബെർത്ത്. ദേ ഇവിടെ 19 ഇതാ, ഇവിടെ 22 ഇതാ. 2 അപ്പർ ബർത്താണ്. പക്ഷേ നമുക്കിതിൻ്റെ ഡോറിൻ്റെ ഭാഗത്തേക്ക് എന്തായാലും ഞങ്ങൾ പോകുന്നില്ലോ. അല്ലെങ്കിൽ ഇവിടെ ഈ സൈഡിലോളം ഇരിക്കാം. ഇതൊക്കെ വേക്കൻ്റ് തന്നെയാണ്. മുംബൈ CST റെയിൽവേ സ്റ്റേഷൻ എല്ലാ ദിവസവും സർവീസുള്ള വണ്ടിയാണ് കൊണാർക്ക് എക്സ്പ്രസ്. നേരെ പോകുന്നത് ഒഡീഷയുടെ തലസ്ഥാനമായ ഭുവനേശ്വറിലേക്കാണ്. മെയിൻ ആയിട്ടുള്ള ഭുവനേശ്വർ റെയിൽവേ സ്റ്റേഷനിലേക്ക് അല്ല പോകുന്നത്. അതായത് ഭുവനേശ്വർ കഴിഞ്ഞിട്ട്, അതായത് ഹൗഡ റൂട്ടിൽ വരുന്ന ഒരു സ്റ്റേഷൻ ഉണ്ട് പുതുതായിട്ട്, ഭുവനേശ്വർ ന്യൂ എന്ന് പറയും. ഏകദേശം ഒരു 12 കിലോമീറ്റർ ഉണ്ട് ഭുവനേശ്വർ റെയിൽവേ സ്റ്റേഷൻ. അവിടത്തേക്കാണ് ഈ ട്രെയിൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ ട്രെയിൻ പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ മുംബൈ CST നേരെ കല്യാൺ വഴി പൂനെ, സോളാപൂർ, സെക്കന്ദരാബാദ്, വിജയവാഡ, വിശാഖപട്ടണം വഴിയാണ് പോകുന്നത്. 2 ലോക്കോ റിവേഴ്സ് ഉണ്ട്, വിജയവാഡയും വിശാഖപട്ടണമൊക്കെ. നമ്മളിന്ന് പോകുന്നത് ഭുവനേശ്വറിലേക്കൊന്നും അല്ല. അതായത് നമ്മൾ നേരെ പോകുന്നത് ഇവിടുന്ന് പൂനെയിലേക്കാണ്. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ടിക്കറ്റ് ചാർജ് പറയണല്ലോ, ഒരുപാട് കറണ്ട് അവൈലബിൾ അടക്കം ഈ പറഞ്ഞ ഒരു ട്രെയിൻ ഉണ്ട്. 150 രൂപയാണ് ഒരാൾക്ക് ഇവിടുന്ന് മുംബൈ CST പൂനെയിലേക്ക് വന്ന ടിക്കറ്റ് ചാർജ്. കറക്റ്റ് 2 മണിക്ക് തന്നെ കൊണാർക്ക് എക്സ്പ്രസ് മുംബൈ CSMT റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഈ ട്രെയിനിൻ്റെ അകത്ത് ആൾക്കാരേ ഇല്ല. എല്ലാവരും അടുത്ത സ്റ്റോപ്പായ ദാദർ, താനെ അവിടെ നിന്നൊക്കെ കയറും ലോക്കൽ ട്രെയിൻ. മസ്ജിദ് സ്റ്റേഷനാണിത്. ട്രെയിനിപ്പോൾ പുറപ്പെട്ടതല്ലേ ഉള്ളൂ. സ്പീഡ് എടുത്ത് തുടങ്ങാൻ കുറച്ച് സമയമെടുക്കും. ഈ കോച്ചിൻ്റെ അകത്ത് ഇപ്പോൾ കാണാൻ നല്ല അടിപൊളിയാണ്. അതായത് നല്ല വൃത്തിയാണ്, ആൾക്കാർ തീരെയില്ല. ഇനിയുള്ള സ്റ്റേഷനുകളിൽ നിന്നാണ് ആൾക്കാർ എന്തായാലും കയറുക. പൂനെയൊക്കെ കഴിഞ്ഞാൽ പിന്നെ നല്ല തിരക്ക് വരും ഇതിൻ്റെ അകത്തൊക്കെ. ഇതിപ്പോൾ നമ്മൾ ഓവർടേക്ക് ചെയ്യുന്നു.
മുംബൈയിലെ ഓരോ ലോക്കൽ സ്റ്റേഷനിലും നല്ല തിരക്കാണ്. ട്രെയിൻ ഇപ്പോൾ ദാദറിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് ട്രെയിൻ ഫുള്ളായിക്കോളും. ഇവിടെ ഇപ്പോൾ കൂടുതലായിട്ട് ഈ ഓവർടേക്കിങ് മാത്രമേ ഉള്ളൂ. നമുക്ക് നല്ല കാഴ്ചകളൊക്കെ കിട്ടണമെങ്കിൽ കർജാത്ത് കഴിയണം. അതുവരെ ഇങ്ങനെ തന്നെയാണ്. ഓവർടേക്കിങ്ങും ഒരുപാട് സ്റ്റേഷനുകൾ സ്കിപ്പ് ചെയ്യുന്നത് മാത്രം. രണ്ട് 41 ട്രെയിൻ ഇപ്പോൾ ഠാനെ സ്റ്റേഷനിലേക്ക് തിരികെയാണ്. ഇവിടെ 2 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ്. കൊണാർക്ക് എന്നൊരു പേര് ഈ ട്രെയിന് വരാൻ കാരണം ഒഡീഷയിലെ ഒരു സ്ഥലത്തിന്റെ പേരാണ് കൊണാർക്ക്. അവിടെയാണ് പ്രസിദ്ധമായ സൺ ടെമ്പിൾ, സൂര്യക്ഷേത്രമൊക്കെ ഉള്ളത്. അപ്പൊ അതിൽ നിന്നൊക്കെ ആകാം ഈ ഒരു ട്രെയിൻ ഈ ഒരു പേര് കിട്ടാൻ കാരണം. ഒരു ട്രെയിൻ ഓവർടേക്ക് ചെയ്യുകയാണ്. ദർശൻ എക്സ്പ്രസ് ഹസ്രത്ത് നിസാമുദ്ദീൻ നിന്ന് മിറാജിലേക്ക് പോകുന്ന വണ്ടിയാണ്. ഓവർടേക്ക് ചെയ്തില്ല, അവിടെ വരെ എത്തി. ഒരുപോലെ പോവുകയാണ്. വേറൊരു ട്രെയിൻ ദൂരെ നിന്ന് വരുന്നത് കാണാം. ഇവിടെ 4 ട്രാക്ക് ഉണ്ട്. 4 ട്രാക്കിലും ട്രെയിൻ തന്നെയാണ്. ബിസി തന്നെയാണ് മുഴുവനും. ട്രെയിൻ ഇപ്പോൾ കല്യാൺ ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ 3 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. നമ്മുടെ നാട്ടിൽ നിന്നുള്ള മംഗള ലക്ഷദ്വീപൊക്കെ ഇവിടെ വന്നിട്ടാണ് നാസിക്കിലേക്ക് പോവുക. അടുത്തതാണ് ഇനി കർജാത്ത്. 4:05
കർജാത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ട്രെയിന് അറ്റാച്ച് ചെയ്യാനുള്ള ബാങ്കറാണിത്. 2 എണ്ണം ഉണ്ടാവും. WG7. കല്യാണ്ട തന്നെയാണ്. നമ്മളവിടെ നിർത്തുമ്പോഴത്തേക്കും ഈ ട്രാക്ക് വഴി വന്ന് പുറകിലത് അറ്റാച്ച് ചെയ്യും. ഇനിയിപ്പോൾ ഇവിടെ മുതലാണ് നല്ല കാഴ്ചകളൊക്കെ കാണുക. ഇവിടെ 10 മിനിറ്റിന്റെ അടുത്ത് എന്തായാലും വണ്ടി നിർത്തും. അത് റെഡിയായി വരണമല്ലോ. കർജാത്ത് മുതൽ ഗാണ്ടാല വരെയുള്ള ആ ഘാട്ടിന്റെ പേര് ബോർഗഡ് അഥവാ ഗാണ്ടാല ഘട്ട് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ ഇന്ത്യയിൽ തന്നെ ഈ മഹാരാഷ്ട്രയിലാണ് പ്രധാനപ്പെട്ട 2 ഘാട്ടുകൾ സ്ഥിതി ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ യാത്ര ചെയ്യുന്ന ബോർഗഡ്, അതുപോലെ തന്നെ നമ്മളെ നാസിക്കിലേക്ക്, അതായത് നമ്മുടെ മംഗള ലക്ഷദ്വീപൊക്കെ പോകുന്ന വേറൊരു ഘാട്ട് കൂടിയുണ്ട്, കസാറ ഘട്ട്. ഈ 2 ഘാട്ടിനും ഒരേ സവിശേഷതകൾ തന്നെയാണ്. അതായത് പറയുകയാണെങ്കിൽ ഇതിന്റെ അനുപാതം, അതായത് റേഷ്യോ വരുന്നത് 1:37 ആണ്. അതായത് 37 മീറ്റർ വണ്ടി മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ 1 മീറ്റർ ഉയരത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. വളരെയധികം പ്രത്യേകതകളുള്ള ഒരു റൂട്ട് കൂടിയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഈ വണ്ടിയുടെ ഏറ്റവും പിറകിൽ എക്സ്ട്രാ ഈ പറഞ്ഞ ലോക്കുകളൊക്കെ അറ്റാച്ച് ചെയ്യുന്നത്. ഇവിടെ മുതലാണ് ഗാർഡ് സെക്ഷൻ തുടങ്ങുന്നത്. ഇനി മലനിരകളൊക്കെ താണ്ടി വേണം പൂനെയിലേക്ക് എത്താൻ. അവിടേക്ക് നല്ല കോടയാണ്. ചെറിയ തോതിലിപ്പോൾ ചാറ്റൽ മഴയുണ്ട്. എല്ലായിടത്തും ചെറിയ തോതിലുള്ള വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. ഒരു കിടിലൻ വ്യൂ.
ഇവിടെയൊക്കെ നല്ല കോടയാണ്. ആ ഭാഗത്തേക്ക് ചെറിയ രീതിയിലുള്ള വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു ഒന്നൊന്നര റൂട്ട് തന്നെയാണ്. ഇനി ഇതിലൂടെയൊക്കെ വെള്ളമൊക്കെ ഒഴുകി വരുന്നുണ്ടാ. നല്ല തണുപ്പാണ്, മഴയുണ്ട്, എല്ലാം കൂടെ. ഈ യാത്രയാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുക. മഴയത്ത് നല്ല കിട്ടിലെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടുള്ള ട്രെയിൻ യാത്ര. അവിടെയൊക്കെ വെള്ളച്ചാട്ടമാണ്. വെള്ളമൊക്കെ ഒഴുകി പോകുന്നത് കാണാം. അതുപോലെ തന്നെ ഇതിലൂടെ വെള്ളം ഒഴുകി പോകുന്നുണ്ട്. ടോപ്പൊന്ന് വെള്ളം വരുന്നുണ്ട്. എവിടേക്ക് ക്യാമറ തിരിച്ചാലും നല്ല അടിപൊളി വ്യൂ. കാണ്ടാല റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഗാർഡ് സെക്ഷൻ കഴിഞ്ഞു. ലോണാവാലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. റെയിൽ ട്രാക്കിനോട് ചേർന്ന് തന്നെയാണ് റോഡ്. നാല് 53 ട്രെയിൻ ഇപ്പോൾ ലോണാവാല റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ട്രെയിനിൻ്റെ അടുത്ത സ്റ്റോപ്പിന് പൂനെ തന്നെയാണ്. ഈ ലോണാവാലയെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു ടൂറിസ്റ്റ് സെൻ്ററാണ്. ഇവിടെ ലേക്ക് ഉണ്ട്, വാട്ടർഫാൾ ഉണ്ട്. മഴക്കാലത്ത് വരാൻ പറ്റിയ നല്ലൊരു ഡെസ്റ്റിനേഷൻ തന്നെയാണ് ലോണാവാല. അതുപോലെ തന്നെ കർജത്തിൽ നമ്മുടെ പിറകിൽ അറ്റാച്ച് ചെയ്ത ബാങ്കറിലൊക്കെ ഇവിടുന്ന് റിമൂവ് ചെയ്യും. ആ കർജത്തിലെത്തിയ സമയത്ത് അത് കപ്പിൾ ചെയ്യുന്നത് നമുക്ക് കാണിക്കാൻ വേണ്ടി പറ്റില്ല. കാരണം നമ്മളൊരു സെൻട്രൽ ഭാഗത്താണല്ലോ, അതുകൊണ്ടാണ് അത് ആ ഒരു കട്ട് നമുക്ക് അവിടെ മിസ്സായി പോയത്. പൂനെയിലേക്ക് ഒരു 40 കിലോമീറ്റർ കൂടെ പോകാനുണ്ട്. അങ്ങനെ പൂനെയിലേക്ക് എത്തിയിരിക്കുകയാണ്. പൂനെ മെട്രോൻ്റെ ആ ഒരു പില്ലറുകളൊക്കെ കാണാം. അവിടെ നല്ല ബ്ലോക്കാണ്. ഇവിടെ ഈ ഒരു ചെറിയൊരു നദിയാണ്. വെള്ളം അധികമൊന്നുമില്ല. മെട്രോ പോകുന്നത് കാണാം.
മുംബൈയിൽ നിന്നും 191 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ പൂനെ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. 6:13 ട്രെയിൻ ഡിലേ ആണ്. ഔട്ടറിലേക്ക് വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റിന് മുകളിൽ നിർത്തി. ഇവിടെയല്ല പ്ലാറ്റ്ഫോം. ഈ കാണുന്ന ഇവിടെയാണ് പൂനെ മെട്രോ സ്റ്റേഷൻ. ഈ കോച്ചിലെ ഭൂരിഭാഗം ആൾക്കാരും പൂനെ ഇറങ്ങാനുള്ളവർ തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടുന്ന് കയറാനും ഉണ്ട്. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ഈ കോച്ചിലേക്ക് കയറാനുള്ള ആൾക്കാരുടെ തിരക്കാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ലോക്കോമോട്ടീവ് നമ്മൾ കണ്ടില്ലല്ലോ, അതൊന്ന് കണ്ടിട്ട് വരാം. WAP-7 ആണ് ലോക്കോമോട്ടീവ്. ഇത് ഏത് ലോക്കോമോട്ടീവ് ഷെഡിന് കീഴിലുള്ളതാണെന്ന് പറഞ്ഞാൽ വിജയവാഡ തന്നെയാണ്. ആകെ ചളിയാണിത്. 1700 കിലോമീറ്ററിന് മുകളിൽ ഈ ട്രെയിനിന് ഓടാനുണ്ട്. കൊണാർക്ക് എക്സ്പ്രസിന്റെ നെയിം ബോർഡ് ഇങ്ങനെയാണ്. 6:30 പൂനെ റെയിൽവേ സ്റ്റേഷന്റെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണേ. ഇങ്ങനെയാണ് റെയിൽവേ സ്റ്റേഷന്റെ ഭാഗങ്ങളൊക്കെ. ഇവിടെയാണ് ഫുഡ് പ്ലാസ ഒക്കെ ഉള്ളത്. പിന്നെ ഇവിടെ തന്നെ ചെറിയ തട്ടുകടകളൊക്കെ ഉണ്ട്, അതായത് ബിരിയാണിയും അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ. പൂനെയിൽ ഇപ്പം എന്തോ മഴ കുറവുണ്ട്. ഇനി അടുത്ത യാത്ര ഇവിടുന്ന് തന്നെയാണ്. രാത്രിക്കുള്ള പൂർണ്ണ എക്സ്പ്രസിൽ കയറി നാട്ടിലേക്ക് പോവുകയാണ്. അതായത് ദൂത്സാഗർ വഴി. നല്ല വെള്ളമൊക്കെ എന്തായാലും ഉണ്ടാവും. അതിന്റെ മനോഹരമായ കാഴ്ചയാണ് അടുത്ത ദിവസം കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോ കണ്ടുന്നതിലേക്കും ബൈ.